Hello students, this is the second video on behavioral finance. In the last video, we have discussed about the concepts which forms part of behavioral finance. And in this video, we'll be discussing about certain types of biases, which is prevalent or which is the basis of behavioral finance. And also we'll be discussing about the concept of frame dependence. Coming over to the biases in behavioral finance, one kind of bias is disposition bias. Disposition bias refers to when investors sell their winners and hang on to their losers. This we have already discussed while we were discussing about the criticism of against investor rationality. We have come up on this point. Hope now it is clear. That is, in disposition bias, what the investor will do is that if he is making a loss over one of his investment and some other investment is earning profit, what he will do is he will keep along with him the loss making asset, so that thinking that he will sell it off when its price rises up. എപ്പോഴാണോ ഇതിന്റെ വില കൂടുന്നത് അപ്പൊ ഞാനിത് വിറ്റോളാം എന്ന് വിചാരിച്ചിട്ട് അയാൾ അത് അയാളോട് ചേർത്ത് വെക്കുകയും ലാഭമുള്ളത് അയാൾ വിറ്റഴിക്കുകയും ചെയ്യും. അപ്പോ വിന്നേഴ്സിനെ ഒഴിവാക്കുകയും ലൂസേഴ്സിനെ മുകളിൽ പിടിച്ചു തൂങ്ങുകയും ചെയ്യുന്ന ആ ഒരു പ്രവണതയ്ക്കാണ് നമ്മൾ ഡിസ്പൊസിഷൻ ബയസ് എന്ന് പറയാ. Investors tend to admit they are correct about an investment quickly when there is a gain. ഒരു ലാഭം ഉണ്ടാകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഞാനത് അത്രയ്ക്ക് പഠിച്ചിട്ട് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് എന്റേത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ അഡ്മിറ്റ് ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻവെസ്റ്റേഴ്സ് ആർ റിലക്റ്റന്റ് ടു അഡ്മിറ്റ് when they made an investment mistake. അവർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഒരു തെറ്റായിരുന്നെങ്കിൽ, മിസ്റ്റേക്ക് ആയിരുന്നെങ്കിൽ അത് അവർക്ക് ഭയങ്കര റിലക്റ്റന്റ് ആയിരിക്കും അത് പറയാൻ, അഡ്മിറ്റ് ചെയ്യാൻ. അപ്പൊ എപ്പോഴുണ്ടാവുക when there is a loss. അതുകൊണ്ടാണ് ഈ ഒരു മനോഭാവം മനുഷ്യരിൽ ഉള്ളതുകൊണ്ടാണ് അവർ ഈ ഡിസ്പൊസിഷൻ ബയസ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അതായത് ഇങ്ങനെ ലാഭമുള്ളതിന് വിറ്റഴിക്കുകയും നഷ്ടമുള്ളതിന്റെ മുകളിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞാനെടുത്ത തീരുമാനം ഒരിക്കലും തെറ്റാവില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ആണ് ഇത് കൂടിക്കോളും എന്ന്, അല്ലെങ്കിൽ അത് അങ്ങനെ ആൾക്കാരിൽ വരുത്താൻ വേണ്ടി, കാണുന്നവരിൽ വരുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. Then we have confirmation bias. It is when investors have a bias towards accepting information that confirms their already held belief in an investment. അതായത് ഇൻവെസ്റ്റേഴ്സിന് പലതരം നോഷൻസ് ഉണ്ടാവും, അവർക്ക് അവരുടെ കുറച്ച് ധാരണകൾ ഉണ്ടാവും, ബിലീഫ്സ് ഉണ്ടാവും. ഇതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അവർ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുകയും ഇതിന് എഗൻസ്റ്റ് ആയിട്ട് കിട്ടുന്നതിനൊക്കെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് എൻ്റെ ഒരു ബിലീഫില് ഇന്ന കമ്പനിയുടെ ഷെയർസ് എന്ന് പറയുന്നത് നല്ലതാണ്, അത് ആ ഒരു ബിലീഫാണ് എനിക്കുള്ളത്, അത് കൂടുതൽ റിട്ടേൺ മേക്കിംഗ് ആണെന്നുള്ള ഒരു ബിലീഫാണ്. അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്ന സമയത്ത് എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളത് അങ്ങനെയൊന്നും ആവില്ല, അതൊരിക്കലും അങ്ങനെ ഡിവിഡൻഡ് അവർ കുറയ്ക്കാനൊന്നും സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്നത്. Then we have experiential bias. It occurs when investors' memory of recent events makes them biased or leads them to believe that the event is far more likely to occur again. അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാരണം, ആ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കാരണം നമ്മളെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എക്സ്പീരിയൻഷ്യൽ ബയസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസ് 2008 ഞാൻ പറഞ്ഞ ലേമാൻ ബ്രദേഴ്സിന്റെ ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് ലെഡ് മെനി ഇൻവെസ്റ്റേഴ്സ് ടു എക്സിറ്റ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ ആ സമയത്ത് അങ്ങോട്ട് കൂപ്പ് കുത്തിപ്പോയി, അമേരിക്കൻ മാർക്കറ്റ് അങ്ങോട്ട് ഡൾ ആയതോട് കൂടിയിട്ട് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ വേൾഡ്, മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് വെർ എഫക്റ്റഡ് ബൈ ദാറ്റ്. ആ എക്കണോമിക് ക്രൈസിസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ കൂടിയിട്ട് അപ്പൊ അന്ന് വന്നൊരു നഷ്ടം കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ച ആൾക്കാരുണ്ട്. ഇതിനെയാണ് നമ്മൾ എക്സ്പീരിയൻഷ്യൽ ബയസ് എന്ന് പറയുന്നത്. എനിക്കൊരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്ന് നമ്മൾ പറയുന്ന പോലെ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ പേടിക്കുന്നു പറയില്ലേ,
അതേപോലെ ആ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടാവും, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ദേ ബിക്കം ബയസ്ഡ്. ഇനി ഞാനത് ചെയ്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ലാഭമാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ലാഭം ഒരിക്കലും ഒരു നല്ല ലാഭം ഉണ്ടാക്കിയ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അയാൾ ഇനി എത്ര നഷ്ടം ഉണ്ടായാലും അയാൾ ആ ലാഭത്തിന്റെ ഇതില് ഇനി നിങ്ങൾക്ക് അങ്ങനെ ലാഭം കിട്ടില്ല കേട്ടോ, പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പൊ കാരണം അയാളുടെ റീസെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അയാളെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കുന്നത്. ദെൻ ലോസ് അവേർഷൻ, വേറൊരു ബയസ് ആണ് ലോസ് അവേർഷൻ, നഷ്ടമില്ലാതാക്കുക. It occurs when investors place a greater weighting on the concern for losses than the pressure for market gains. അപ്പൊ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് നഷ്ടം ഉണ്ടാവാം, ലാഭം ഉണ്ടാവാം. ഈ നഷ്ടത്തിന് മുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ചില ആൾക്കാർ കാണുന്നില്ലേ, ടോട്ടലി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഒരു ആസ്പെക്ട്, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവ്സ് ചിന്തിക്കില്ല, നെഗറ്റീവ്സ് മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പൊ ഒരു ഗ്രേറ്റർ വെയിറ്റേജ് എന്തിനു കൊടുക്കാം, നഷ്ടങ്ങൾ. അതിന് ഇത്ര നഷ്ടമുണ്ട് അല്ലെ, ഇത്ര ലാഭം കിട്ടിയിട്ടാണ് അത്ര നഷ്ടം എന്ന് ചിന്തിക്കില്ല. അയ്യോ അതിന് അന്നത്തെ പ്രൈസിനേക്കാൾ ഇത്ര കുറഞ്ഞു അല്ലെ, വാങ്ങിച്ച പ്രൈസിനേക്കാൾ നല്ല കൂടുതലായിരിക്കും കിടക്കുന്നത്. പക്ഷെ ഒരു ദിവസത്തെ പ്രൈസ്, ഇപ്പൊ സ്വർണത്തിന്റെ കാര്യം പറയുന്ന പോലെയാണ്, 240 രൂപ കുറഞ്ഞു, സ്വർണ്ണ വിലയിൽ ഇടിവ് 240 രൂപ കുറഞ്ഞു. എത്രയാണ്ടങ്ങ് 1000, 1500 കൂടിയിട്ടാണ് 240 കുറഞ്ഞത്. പക്ഷെ അപ്പൊ അതിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ലോസ് അവേർഷൻ എന്ന് പറയുന്നത് നഷ്ടത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു രീതിയാണ്. Then familiarity bias ഉണ്ട്. When investors tend to invest in what they know, such as domestic companies or locally owned investments, അതിനെയാണ് familiarity bias എന്ന് പറയാം. നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ന്യൂമറസ് നമ്പർ ഓഫ് കമ്പനീസ് ഉണ്ട് എന്ന് അറിയാം. 1000, 2000-ഓളം കമ്പനീസ് ലിസ്റ്റഡ് ആയിട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തേ വാങ്ങിക്കുള്ളൂ, നമുക്ക് അറിയുന്ന കമ്പനീസിന്റെ ഷെയർസ് മാത്രം വാങ്ങിക്കുക. അങ്ങനെ ഇൻവെസ്റ്റർ ബിഹേവ് ചെയ്യുന്നതിനെയാണ് ഫെമിലിയാരിറ്റി ബയസ് എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഈ ബയസുകളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഒരു കോൺസെപ്റ്റും കൂടെ നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഫ്രെയിം ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. The term framing means that the way people respond to situations depends on how the situation is framed or presented rather than on the actual facts of the situation. അപ്പൊ ആക്ച്വൽ ഫാക്ടിനേക്കാൾ ഒരാള് റെസ്പോണ്ട് ചെയ്യുന്നത് ആ ഫാക്ടിനെ എങ്ങനെയാണ് അയാളിലേക്ക് എത്തിച്ചത് എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, ഇത് നിങ്ങൾക്ക് സ്വന്തം പഠിക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഏരിയ സ്വന്തം പഠിച്ചാൽ മതി. അപ്പൊ ചിലപ്പോ ഒരു എറഗന്റ് ആയിട്ടുള്ള ഒരു കുട്ടി അതിനകത്തുണ്ടെങ്കിൽ ആ കുട്ടി പറയും, അല്ലെങ്കിൽ അത് ആ ഒരു ടോൺ, ടീച്ചർ പറയുന്ന ഒരു ടോൺ ഇഷ്ടപ്പെടാത്ത കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി പറയും, അതല്ല ടീച്ചർ എനിക്ക് അതിനകത്ത് സംശയമുണ്ട്, അല്ലെങ്കിൽ സംശയം ഉണ്ടെന്നല്ല, ഇപ്പൊ നിങ്ങളോട് അത് ചെയ്യാൻ പറയും, ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഏൽപ്പിക്കുന്ന രീതിയിൽ ഏൽപ്പിക്കുമ്പോ നിങ്ങളോട് പറയുന്ന ഒരു രീതി, അതത്ര വലിയ കാര്യമൊന്നും അല്ലാതെ നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നതും, അത് ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കുമോ എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ആ പറയുന്ന രീതിക്കുള്ള ഡിഫറൻസ്. അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുന്ന രീതിക്കല്ല, ഹൗ യു പ്രസന്റ് ഇറ്റ് ബിഫോർ എന്നുള്ള രീതിക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഫ്രെയിം ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, in making investment decisions, investors are usually more influenced by how the information is presented than what information is presented. എന്ത് ഇൻഫർമേഷനാ പ്രസന്റ് ചെയ്തതെന്നല്ല, അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്തതെന്നുള്ളതാണ് ഇൻവെസ്റ്ററെ എഫക്ട് ചെയ്യുക. നമ്മൾ കണ്ടിട്ടില്ലേ ഒരേ കണക്കുകള്, ഇപ്പൊ ഈ കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള കണക്കുകള്, എത്ര പോസിറ്റീവ്സ് വന്നു, പിന്നെ എത്ര ആൾക്കാർക്ക് സുഖം പ്രാപിച്ചു, എത്ര ആൾ മരിച്ചു എന്നുള്ളൊരു കണക്കാണ്. ഇതേ കണക്ക് വെച്ചിട്ട് ഒരു വിഭാഗം കേരളം മുന്നിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കെന്ന് വാദിക്കുന്നു. ഇതേ കണക്ക് വെച്ചിട്ട് വേറൊരു വിഭാഗം ഇതങ്ങനെയല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതലാണ് രോഗവ്യാപനം എന്ന് പറയുന്നു. അപ്പൊ ഇത് ഒരേ കണക്കുകളെ നമ്മൾ ഡിഫറെന്റ് ആംഗിളിൽ കാണാണ്. അപ്പൊ ഫ്രെയിം ഡിപ്പെൻഡൻസിൽ പറയുന്നു, ഇൻവെസ്റ്ററെ സംബന്ധിച്ച് കണക്ക് എന്താന്നുള്ളതല്ല പ്രശ്നം, അത് എങ്ങനെ അയാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ പറയില്ലേ, ഇപ്പം ഒരു സോപ്പിന്റെ അകത്ത് സാധാരണഗതിയിൽ TFM ലെവല് കൂടുതൽ ഉണ്ടാവണം. അപ്പൊ ഒരു സോപ്പില് നമ്മളോട്
പിന്നെ അതാണ് സോപ്പിൽ ആവശ്യമായിട്ടുള്ള നമ്മുടെ സ്കിന്നിന് കേടില്ലാത്തൊരു സാധനം TFM ആണ്. അത് സാധാരണ 70% നല്ല സോപ്പാണെങ്കിൽ മാത്രമാണ് 70-80% ഉണ്ടാവാം. ബാക്കി എല്ലാത്തിലും അതിൽ കുറവായിരിക്കും. അപ്പോൾ TFM 80% എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആവുകയും അതർ എലമെന്റ്സ് 20% എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അരോചകമാവുകയും അല്ലെങ്കിൽ വേണ്ടാത്തതായിട്ട് തോന്നുകയും ചെയ്യുന്ന, അതായത് ഈ സോപ്പ് വേണ്ട, അയ്യോ 20% വേണ്ടാത്ത സാധനങ്ങളോ എന്ന് തോന്നുന്ന രീതിയിൽ. അപ്പൊ അതെങ്ങനെ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. 80% TFM എന്ന് പറയുമ്പോൾ നല്ലതാണ് കേട്ടോ, 80% TFM ഉണ്ട് എന്ന് നമുക്ക് തോന്നും. അതിന് പകരം 20% നോൺ എസെൻഷ്യൽ തിങ്സ് ആണ് എന്ന് പറയുമ്പോൾ അയ്യോ 20% ഒക്കെ വേണ്ടാത്ത സാധനം. അപ്പം അത് അങ്ങനെ ആൾക്കാരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും എന്നാണ് ഫ്രെയിം ഡിപ്പെൻഡൻസ് പറയുന്നത്. Okay, if an opportunity is described in terms of how much money it could make, investors tend to act one way. If that same opportunity is described in terms of how much money it could lose, those same investor might act a different way. ഇതാണ് എത്ര ലാഭം ഉണ്ടാവും എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷനും, ഇതിൽ ഇങ്ങനെയൊക്കെ നഷ്ടം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എടുക്കുന്ന ഡിസിഷനും ഡിഫറെന്റ് ആയിരിക്കും. It is used in the field of behavioral economics to describe seemingly irrational or otherwise unpredictable investor behavior. ഇത് ബിഹേവിയർ എക്കണോമിക്സിൽ അല്ലെങ്കിൽ ബിഹേവിയർ ഫിനാൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇറാഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റർ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇൻവെസ്റ്റർ ബിഹേവിയർ എങ്ങനെ ആയിരിക്കും എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ഫ്രെയിം ഡിപ്പെൻഡൻസ് ഉപയോഗിക്കുന്നത്. Hope it is clear. Thank you.